സാങ്കേതിക വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസം എവിടെയാണ് ആരംഭിക്കേണ്ടത്? സാങ്കേതിക വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ ആരംഭിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. കേരളത്തിൽ 39ഓളം ടെക്നിക്കൽ ഹൈസ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 8, 9, 10 ക്ലാസ്സുകളിലാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ പഠനം നടത്താൻ പ്രവേശനം ലഭിക്കുക. 7ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് അഭിരുചി പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രവേശനം ലഭിക്കുകയും 8ാം ക്ലാസ്സിലെ പഠനം പൂർത്തിയാക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സ്കോറിനെ അനുസരിച്ച് സാധാരണ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം ഒരു സാങ്കേതിക വിദ്യാഭ്യാസം കൂടി നടത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ള മികച്ച സാധ്യതയാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ടെക്നിക്കൽ ഹൈസ്കൂളിൽ പ്രവേശനം ആഗ്രഹിക്കുന്ന ഒരു കുട്ടി അയാളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കേണ്ടത് 7ാം ക്ലാസ്സിലാണ്. 7ാം ക്ലാസ്സിൽ ലഭിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്ത്, അതേപോലെ തന്നെ അയാൾക്ക് കിട്ടുന്ന മത്സര പരീക്ഷയിലൂടെ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലൂടെ ലഭിക്കുന്ന സ്കോറിനെ പരിഗണിച്ച് ഒക്കെ നമുക്ക് പ്രവേശനം ലഭിക്കുന്നു. അങ്ങനെ 8ാം ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ചൊരു കുട്ടിക്ക് 9, 10 ക്ലാസ്സുകൾ കഴിയുമ്പോൾ സാധാരണ SSLC സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ അയാൾ പഠിച്ച ഒരു ട്രേഡ് കൂടി അയാളുടെ കയ്യിലേക്ക് കിട്ടുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഒരു മേഖലയാണിത്. കാരണം നമ്മുടെ കുട്ടികൾ പലരും പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഉപരിപഠനത്തിന് വിദേശ രാജ്യങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന, വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം നമ്മുടെ ഇടയിലുണ്ട്. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവിടെ നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും പാർട്ട് ടൈം ജോബ് ഇല്ലാതെ കഴിയില്ല. അപ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യാമെന്ന് പറയുമ്പോൾ അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലികൾ ഓപ്റ്റ് ചെയ്താണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾ പോകുന്നത്. നേരെ മറിച്ച് അവർക്ക് സ്കിൽഡ് ആയിട്ടുള്ള, കുറേ കൂടെ മികവുറ്റ, സാങ്കേതിക മികവുള്ള, കുറേ കൂടെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, വ്യാവസായികമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ ഒരു എക്സ്പീരിയൻസ് കൂടി നേടിയെടുക്കാൻ കഴിയുന്ന തൊഴിൽ മേഖലയിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും? അതിന് അവരൊരു ട്രേഡ് പഠിച്ചിട്ട് പോകുന്നത് എപ്പോഴും നല്ലതാണ്. ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ, കേരളത്തിൽ എമ്പാടുമുള്ള 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ മികച്ച പാഠ്യ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. അഗ്രികൾച്ചർ, പ്ലംബർ, ഇലക്ട്രോണിക്സ്, അങ്ങനെ നിരവധി മേഖലകൾ, ഇലക്ട്രോപ്ലേറ്റിംഗ് ഒക്കെ ഉൾപ്പെടുന്ന നിരവധി മേഖലകളിൽ പരിശീലനം ലഭിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാന മേഖല. അത്തരത്തിൽ ട്രേഡ് പഠിക്കുന്നതിനൊപ്പം തന്നെ അവർ ഇംഗ്ലീഷും മലയാളവും അതേപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുകളായിട്ടുള്ള സോഷ്യൽ സ്റ്റഡീസ് സബ്ജക്റ്റുകളും സയൻസ് സബ്ജക്റ്റുകളും ഒക്കെ ഇവർ ഇതിൻ്റെ കൂട്ടത്തിൽ പഠിക്കുകയാണ്. അങ്ങനെ പഠനം പൂർത്തി IT ഒക്കെ പഠിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പഠനം ആഗ്രഹിക്കുന്ന, ഒരു എൻജിനീയറിംഗ് ബ്രാഞ്ചിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ പഠന സാധ്യതകളേറെയാണ്. ആ പഠന സാധ്യതകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവരുടെ താല്പര്യങ്ങൾ, അഭിരുചികൾ ആദ്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി IT അടക്കമുള്ള സബ്ജക്റ്റുകൾ പഠിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് സാധാരണ SSLC സർട്ടിഫിക്കറ്റ് കിട്ടുന്നു എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ അവർ പഠിച്ച സാങ്കേതിക വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടൊരു ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾക്ക് പോളിടെക്നിക് പ്രവേശനം സാധ്യമാകുന്നു. പോളിടെക്നിക് പ്രവേശനത്തിൽ 10% സീറ്റുകൾ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ലഭ്യമാണ് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആ 10% സീറ്റുകളെ അവർക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമുക്ക് പഠിച്ചു വന്ന സെയിം ട്രേഡിൽ, സെയിം സാങ്കേതിക മേഖലകളിൽ തുടർ പഠനം സാധ്യമാകുന്നു. വിദേശ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തുമൊക്കെ പ്രിൻറ്റിംഗ് പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. സാങ്കേതികമായ തികവുള്ള പ്രിൻറ്റിംഗ് പഠിച്ച ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ പ്രിൻറ്റിംഗ് ടെക്നോളജി ഇവിടെ ഒരു സബ്ജക്റ്റ് നമുക്ക് പഠിക്കാൻ കഴിയുന്നു. വിദേശ രാജ്യങ്ങളിൽ പാർട്ട് ടൈം ജോബായിട്ട് പ്രവേശനം ആഗ്രഹിക്കുന്ന കുട്ടികൾ, ആ മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് മികച്ചൊരു സാധ്യതയാണത്. അതേപോലെ തന്നെ വിവിധ ഗൃഹോപകരണങ്ങളുടെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട, സർവീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ, ഡൊമസ്റ്റിക് കൺസ്യൂമർ പ്രോഡക്റ്റുകളുടെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഭാഗം പഠിക്കാൻ നമുക്ക് ട്രേഡ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്ലംബർ ആകാനായിട്ട് നമുക്ക് സാധിക്കും. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പ്ലംബിംഗ് പോലുള്ള മേഖലകളിലൊക്കെ നമ്മൾ സർട്ടിഫിക്കേഷൻ ചെയ്ത് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന കുട്ടികൾക്ക് വിദേശ രാജ്യങ്ങളിൽ നല്ല ഡിമാൻഡാണ്. പാർട്ട് ടൈം ജോബ് മേഖലകളിൽ കൂടുതൽ സാലറി കിട്ടുന്നു, കുറച്ച് സമയം പണിയെടുത്തുകൊണ്ട് മികച്ച സാലറിയിലേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു
എന്നൊക്കെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. അതും ഒരു ഘടകമാണ്. കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്നു. നമുക്കൊരു മാസം വർക്ക് ചെയ്യാൻ കഴിയുന്ന അവേഴ്സ് ലിമിറ്റഡ് ആണ്. 20 മണിക്കൂറാണ് പ്രവർത്തിക്കാൻ കഴിയുന്നത് എങ്കിൽ 20 മണിക്കൂർ പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്ന തരത്തിലുള്ള ട്രേഡുകൾ പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയുന്നു. കാരണം വർക്ക് ചെയ്യാൻ അനുവദിക്കപ്പെട്ടുള്ള സമയം ഫ്ലെക്സിബിൾ അല്ല, അത് റിജിഡാണ്, അതിന് മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാനായിട്ട്, ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് കുട്ടികൾക്ക് കഴിയുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. അത് നാട്ടിലാണെങ്കിലും നമുക്ക് ഇതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ നാഷണൽ കരിയർ പോർട്ടൽ ഉൾപ്പെടെയുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തൊഴിൽ സാധ്യതകളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കും. സ്വയം നമുക്ക് ഒരു ഫ്രീലാൻസ് വർക്കറായിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യാൻ ധാരാളം അവസരങ്ങളുണ്ട്. പ്ലംബേഴ്സിനൊക്കെ നമുക്ക് ധാരാളം സാധ്യതകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ട്രേഡുകൾ പഠിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് അവർക്ക് നേരെ +2 വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതല്ല എങ്കിൽ അവർക്ക് പോളിടെക്നിക്കിന് പോകാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ പോളിടെക്നിക് ഡിപ്ലോമയ്ക്ക് ജോയിൻ ചെയ്യാനായിട്ട് 10% സീറ്റ് റിസർവേഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക്കിന് വേണമെങ്കിൽ ജോയിൻ ചെയ്ത് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ 8ാം ക്ലാസ് മുതൽ തയ്യാറെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഒപ്പം തന്നെ മികച്ച വിദ്യാർത്ഥികൾക്ക് അനവധി സ്കോളർഷിപ്പുകളുമുണ്ട്. വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഏറ്റവും ഉയർന്ന സ്കോർ കിട്ടിയിട്ടുള്ള 10%ഓളം ആൾക്കാർക്ക് ഗവൺമെൻറ് സ്കോളർഷിപ്പോടെ പഠിക്കാൻ കഴിയുന്നു എന്നൊരു പ്രത്യേകതയും നമുക്കിവിടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് മീഡിയം ഓഫ് സ്റ്റഡി ഇവിടെ ഇംഗ്ലീഷാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കൂടുതൽ നൈപുണികതകൾ കിട്ടുന്നു എന്ന് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലോ മറ്റ് സ്റ്റേറ്റുകളിലോ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ ലാംഗ്വേജ് സ്കിൽ നേടിയെടുക്കാൻ കഴിയുന്നു എന്ന ഒരു പ്രത്യേകത കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ആണ് നമുക്ക് പോളിടെക്നിക്കുകളുടെ അക്കാഡമിക്കായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് അവർ തന്നെയാണ്. ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ പഠന സാധ്യതയും വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ടെക്നിക്കൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ് മുതൽ നമുക്ക് പഠനം ആരംഭിച്ച് സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നൈപുണികളെ ആർജിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന ഒരു പ്രത്യേകത. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ, എംടെക് വരെ അല്ലെങ്കിൽ ME വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഗവേഷണ സാധ്യതകൾ നമുക്കുണ്ട്. ISRO പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, ഇന്ത്യൻ റെയിൽവേ പോലുള്ള സ്ഥാപനങ്ങളുണ്ട്, ധാരാളം ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, ചെറിയ ചെറിയ സർവീസുകൾ നൽകുന്ന അനവധി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെയൊക്കെ ധാരാളം സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസിനെ നമുക്ക് ആവശ്യമാണ്. സ്കിൽഡ് ടെക്നീഷ്യൻസിൻ്റെ കുറവ് അനുഭവപ്പെടുന്ന നിരവധി മേഖലകൾ, സർവേയിങ് പോലുള്ള മേഖലകളിലൊക്കെ ഇവിടെ പഠനം നടത്താൻ സാധിക്കുന്നു. ആ മേഖലകളിലൊക്കെ സ്കിൽഡ് ആയിട്ടുള്ള സർവേയേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലകളിലേക്ക് കുട്ടികൾക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്നു. ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ചില പോസ്റ്റുകളിലേക്കൊക്കെ, ഗ്രൂപ്പ് D പോസ്റ്റുകളിലേക്കൊക്കെ ഇന്ത്യൻ റെയിൽവേയിൽ ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ സാങ്കേതിക വിദ്യാഭ്യാസം ലഭിച്ചവർക്ക് മുൻതൂക്കം കിട്ടുന്നത് നമുക്കറിയാം. അവർക്ക് വളർന്നു പോകാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. ജോലിയിൽ കയറി കഴിഞ്ഞാൽ പ്രൊമോഷൻ സാധ്യതകൾ ഏറെയാണ്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ പോലുള്ള മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കുട്ടികൾക്കുള്ള സാധ്യതകൾ വളരെ ഏറെയാണ്. താഴെത്തട്ടിലുള്ള പോസ്റ്റിൽ കയറിയിട്ട് ഇൻഹൗസ് പ്രൊമോഷനുകളിലൂടെ ഒക്കെ മികച്ച കരിയർ ഡെവലപ്പ് ചെയ്ത എയർ ട്രാഫിക് കൺട്രോളർമാർ വരെ ആയി തീർന്നിട്ടുള്ള ആൾക്കാർ ധാരാളം നമ്മുടെ നാട്ടിൽ സർവീസിലുണ്ട്. അപ്പോൾ വളരെ നല്ല മികച്ചൊരു കരിയർ പ്ലാനിങ് നടത്തുന്ന ഒരു കുട്ടിക്ക് സാങ്കേതിക വിദ്യാഭ്യാസമാകുമ്പോഴത്തേക്കും കൂടുതൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. ക്ലാസ് റൂമുകൾക്കൊപ്പം തന്നെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ കുറേ കൂടി ഇന്നൊവേറ്റീവായിട്ട് ചെയ്യാൻ കുട്ടികൾക്ക് കഴിയുന്നു. അവരുടെ മാനസികമായ ഉല്ലാസം, അവരുടെ പഠനം വെറും പഠനം എന്നതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ മേഖലയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിലെ പഠനം സ്വാഭാവികമായിട്ടും വലിയ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറക്കുന്നുണ്ട് എന്ന് നമ്മുടെ കുട്ടികളും നമ്മുടെ പാരൻസും നമ്മുടെ പൊതുസമൂഹവും തിരിച്ചറിയണം. ഗവൺമെൻറ്റുകൾ, സെൻട്രൽ ഗവൺമെൻറ്റും കേരള സംസ്ഥാന സർക്കാരുകളും ഈ മേഖലകളിൽ ധാരാളം ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് സാങ്കേതിക മികവുള്ള തൊഴിൽ സജ്ജരായ യുവതയെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അവർക്ക് ലഭിക്കുന്ന നിരവധിയായിട്ടുള്ള സ്കോളർഷിപ്പുകൾ ഇതിനു വേണ്ടി നൽകുന്നതാണ്. വളരെ സ്കിൽഡ് ആയിട്ടുള്ള അധ്യാപകരെ അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് വളരെ മികവുറ്റ. കാരണം അക്കാഡമിക്കായിട്ട് ഇവർ പഠനം തുടങ്ങുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ലഭിച്ചവരുമായിട്ട് ഇടപഴകാൻ കഴിയുന്നു, അധ്യാപക മേഖലകളിൽ ഇടപഴകാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. മറ്റൊരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ 10ാം ക്ലാസ് +2 വരെ അയാളൊരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ
ബിരുദമെടുത്ത ഒരാളുടെ കയ്യിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്നില്ല. അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി സാധാരണ മറ്റ് സ്ട്രീമുകളിൽ പഠിച്ചു വരുമ്പോൾ, സാധാരണ ഹയർ സെക്കൻഡറി പഠിച്ചു വരുന്നൊരു കുട്ടി ഒരു എഞ്ചിനീയറിൽ നിന്ന് ഒരിക്കലും അക്കാഡമിക് ആയിട്ടുള്ള ഒരു കാര്യവും +2 വരെ നേടിയെടുക്കുന്നില്ല. നേരെ മറിച്ച് ഇവിടെ 8, 9, 10, +1, +2 ഒക്കെ ഈ മേഖലകളിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് സാങ്കേതികമായ വിദ്യാഭ്യാസം ലഭിച്ചവരുമായി തന്നെ ഇടപഴകാൻ, വിദ്യാഭ്യാസ മേഖലയിൽ ക്ലാസ് റൂമുകളിൽ ഇടപഴകാൻ കഴിയുന്നു എന്നുള്ളത് ആ മേഖലയിൽ കൂടുതൽ അവരുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് അവർക്ക് സാധിക്കുന്നു. കൂടുതൽ വിശാലമായ മേഖലകളിൽ ചർച്ചകൾ നടത്തുന്നതിന് അവർക്ക് സാധിക്കുന്നു. അവരുടെ സംശയങ്ങളെ കൃത്യമായിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് അവർക്ക് സാധിക്കുന്നു. ഈ സാധ്യതകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 8ാം ക്ലാസ് മുതൽ തന്നെ അവരുടെ ട്രാക്കിലേക്ക് വരുന്നതിനുള്ള മികച്ച അവസരങ്ങളാണ് ടെക്നിക്കൽ ഹൈസ്കൂളുകൾ ഒരുക്കിയിട്ടുള്ളത്. 8ാം ക്ലാസ്സിൽ പ്രവേശനത്തിന് 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഏതാണ്ട് മാർച്ച് മാസം സമയത്താണ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാറുള്ളത്. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാം, അഡ്മിഷന് വേണ്ടി തയ്യാറെടുക്കാം, പഠനത്തിൽ മുന്നേറാം.